ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് പോകുന്നത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം പോകുന്ന വഴിക്ക് തന്നെ ഒരു മൊജിറ്റോ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ബീഫ് ബിരിയാണി വാങ്ങി കേട്ടോ. ഞാനും അവനും കൂടെ 2 ബീഫ് ബിരിയാണി വാങ്ങിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഗൈസ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നേരെ നമ്മൾ പോയത് വെട്ടുകാട് പള്ളിയിലേക്കാണ് കേട്ടോ. ഞാൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അങ്ങനെ വെട്ടുകാട് പള്ളിയിൽ പോയി കുറച്ച് മെഴുകുതിരിയൊക്കെ എത്തിച്ചതിന് ശേഷം നേരെ കടൽ കാണാൻ പോയി. ഇത് ഈ നിൽക്കുന്ന അങ്കിളിനെ കണ്ടോ, പുള്ളിക്കാരൻ കുറേ നേരമായിട്ട് ഇങ്ങനെ കടലും നോക്കിയിരിക്കുക. എന്താണ് ആലോചന അറിയില്ല, എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ അവിടെ നേരെ ശംഖുമുഖത്തേക്ക് പോയി കേട്ടോ. ശംഖുമുഖത്ത് ഇപ്പോൾ അത്യാവശ്യം പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇവിടെ മൊത്തം കടലെടുത്ത് ആ ഒരു ഭിത്തി മൊത്തം പൊളിഞ്ഞു പോയ ഒരു സാഹചര്യത്തിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി നിൽക്കുന്നവർ സൂക്ഷിക്കുക, കൊച്ചു പിള്ളേരൊക്കെ ആയിട്ട് പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അങ്ങനെ അവിടെ നേരെ ചേച്ചിയുടെ വീട്ടിലെല്ലാം പോയതിന് ശേഷം അവിടെ വീട്ടിൻ്റെ അടുത്തായിട്ടുള്ളൊരു പാർക്കിൻ്റെ അടുത്തായിട്ട് ഇപ്പം നിലവിൽ വന്ന് നിൽക്കുവാണ്. സംഗതി ഒന്നുമില്ല, കഴപ്പ് മൂത്ത് കയറി നിൽക്കുന്നതാണ് ഈ മരത്തിൻ്റെ മണ്ടേ. ഇത് ഈ കാണുന്നത് എയർപോർട്ടിലെ റൺവേ ആണ് കേട്ടോ, ട്രിവാൻഡ്രം എയർപോർട്ടിലെ റൺവേ. ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കാണാൻ പറ്റുമെന്ന് അളിയൻ പറഞ്ഞിട്ട് നേരെ വന്ന് കയറിയിരിക്കുന്നു. ഇപ്പോൾ സമയം വന്നിട്ട് 6:30 ആയി. അങ്ങനെ ഗൈസ്, ഫ്ലൈറ്റ് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി.